സഞ്ജുവിന് ഇന്ന് അവസരം ലഭിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ മോശം ഫോമിലുള്ള ശിവം ദുബൈക്ക് പകരം സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സഞ്ജു കളിച്ചു വളർന്ന തുമ്പ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിക്കറ്റിൻ്റെ ലോകകപ്പ് അതുതന്നെയാണ് ഏറ്റവും വലുത്. ആളുകളൊക്കെ ആ ഒരു പ്രതീക്ഷയിലാണ്. കാരണം എല്ലാ കണ്ണുകളും ഇന്ന് ഒരു മലയാളിയിലേക്കാണ്. തിരുവനന്തപുരം സ്വദേശി കൂടിയായിട്ടുള്ള സഞ്ജു സാംസൺ ഇന്ന് മലയാളികളുടെ ചരിത്രമായി ആ ഒരു ഭാഗമായി ആ ഒരു സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലാണ് തീരുമാനമാകേണ്ടത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ഒരു കിരീടപ്പോര് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഈ ഒരു മത്സരം. അതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജുവിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മലയാളികൾ അടങ്ങിയിട്ടുള്ള ടീമിന് തന്നെയാണ് 2 തവണയും കപ്പ് കിട്ടിയിട്ടുള്ളത്. 2007-ലും 2011-ലും ശ്രീശാന്തിൻ്റെ ആ ഒരു ക്യാച്ച് ഇതുവരെ ആരും മറന്നിട്ടും ഉണ്ടാവില്ല. സഞ്ജു തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു ആകർഷണം. സഞ്ജു കളിക്കുമോ? ഇപ്പോൾ ഞാനുള്ളത് തുമ്പ KCA സ്റ്റേഡിയത്തിലാണ്. ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുറച്ച് ക്രിക്കറ്റ് പ്രേമികൾ, ഭാവി താരങ്ങളൊക്കെയാണ്. ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം, സഞ്ജു ഉണ്ടാകുമോ, ആര് കപ്പടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പുള്ളി ഇന്ന് ഫൈനലിൽ കളിക്കണമെന്നാണ്, നല്ലൊരു സ്കോർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സഞ്ജുവിന് പകരം വന്നാണ് ശിവൻ ദുബെ, ഋഷഭ് പന്ത്, ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. എന്നിട്ടും സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. അതിനൊരു വിഷമമുണ്ട്. ഞങ്ങളൊരു മലയാളി താരമായിട്ട് പോയിട്ട് പുള്ളിക്ക് ഒരു ചാൻസ് പോലും കിട്ടിയില്ല എന്നുള്ളതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാൾ നമ്മൾ പുറത്തിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കളിക്കാൻ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് കളിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് സഞ്ജുവിന് പറ്റാത്തത്. അതെന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? തീർച്ചയായും കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ വെച്ചാൽ ഇത്ര മാച്ച് ഇപ്പോൾ കണ്ടീഷനായിട്ട് ഓൾറെഡി അഡാപ്റ്റ് ആയിട്ടുണ്ടാവും ഓൾറെഡി എല്ലാവരും. ഇപ്പോൾ അതിന് വെസ്റ്റ് ഇൻഡീസിൽ വിക്കറ്റ് ആയാലും കുറച്ച് സ്പിന്നേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. സഞ്ജു ആണെങ്കിൽ സ്പിന്നേഴ്സ് നന്നായി ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരാളാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കളിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരാളാണ്. പക്ഷെ അവന് അവസരം കിട്ടുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. കിട്ടുമ്പോൾ കളിക്കുന്നില്ല എന്നുമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ശരിക്കും തോന്നുന്നത്? പുള്ളിക്ക് അധികം ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഋഷഭ് പന്തിനെ അപേക്ഷിച്ചാണ് ഋഷഭ് പന്തിന് കണ്ടിന്യൂസ് ഒരുപാട് മാച്ച് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നിൽ ഫ്ലോപ്പായി കഴിഞ്ഞാലും പുള്ളി അടുത്തേൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലൊരു ഓപ്പർച്യൂണിറ്റി സഞ്ജു ബായിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഉറപ്പായിട്ട് ചെയ്തിരിക്കും. സഞ്ജു ഇപ്പോൾ സെഞ്ചുറി അടിക്കുമോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം പുറത്തിരുന്നിട്ട് പെട്ടെന്ന് കയറി വന്നിട്ടേ അടിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. സെഞ്ചുറി അടിച്ചാൽ അത്രയും നല്ലതാണ്. കളിക്കണം, സ്കോർ 50+ ഉറപ്പാണ്. കിട്ടിയാൽ സഞ്ജു കളിക്കും. സഞ്ജു എന്തായാലും ഒരു ഹാഫ് സെഞ്ചുറിയെങ്കിലും അടിക്കും. സൗത്ത് ആഫ്രിക്ക നല്ല ടീമാണ്. സാധാരണ അവർ സെമി ഫൈനൽ വരെ എത്തി കലമുടച്ച് പോകുന്ന ഒരു ടീമാണ്. പക്ഷേ ഇന്ന് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഒരു കളിയും തോറ്റിട്ടില്ല 2 ടീമും, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും. എന്തായാലും നല്ലൊരു കളിയായിരിക്കും. ഇനി മഴ കളി കൊണ്ടുപോകില്ലെന്ന് ഉള്ളത് കണ്ട് നോക്കണം നമുക്ക്. അല്ലാണ്ട് ഇന്ത്യ ജയിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. 8 മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് അറിയാം എന്താണെന്ന് വെച്ചാൽ. എന്തായാലും കപ്പ് നേടുമ്പോൾ ഒരു മലയാളി ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നുണ്ട് തീർച്ചയായും. അതിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടേ സഞ്ജുവിന് ഓൾ ദ ബെസ്റ്റ് പറയാം. ഓൾ ദ ബെസ്റ്റ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം സഞ്ജു ടീമിൽ ഉണ്ടാവണം. അത് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല. സഞ്ജു മികച്ച താരമാണ്, മികച്ച കളിക്കാരനാണ്, സമ്മർദ്ദത്തിൽ കളിക്കാൻ കഴിവുള്ള കളിക്കാരനാണ്. അദ്ദേഹം IPL അടക്കം അത് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും 8 മണിവരെ നമുക്ക് കാത്തിരിക്കാം. കാരണം ഈ ഒരു ടീമിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അവസാന നിമിഷം നായകൻ രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എല്ലാവരും. ഓക്കെ, അഷിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ പ്രതീക്ഷ ഓരോ മലയാളിയും പങ്കുവെക്കുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായുമായി സഞ്ജു സാംസൺ ഇന്നിറങ്ങുമോ, ഇന്ത്യയുടെ കരുത്തായി മാറുമോ എന്നുള്ളത്.